യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സസിൻ്റെ അനാട്ടമി സിലബസിനെ ബേസ് ചെയ്ത് സെക്കൻഡ് യൂണിറ്റ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 4 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് എസ്എ ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട്സ്, MCQ ആൻഡ് ഡിഫറൻഷിയേറ്റ്. 1 by 1 ആയിട്ട് ഓരോ പാറ്റേണിലുമുള്ള ക്വസ്റ്റ്യൻ ടൈപ്പിൽ പോസിബിൾ ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എസ്എ ക്വസ്റ്റ്യൻ ആണ്. എസ്എ ക്വസ്റ്റ്യന് പോസിബിൾ ആയിട്ടുള്ളത് അനാട്ടമി ഓഫ് ലങ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാം പഠിക്കണം. ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത് അനാട്ടമി, ലങ് അനാട്ടമി. അതിൽ ചിലപ്പോൾ റൈറ്റ് ലങ് മാത്രം പറയും, അല്ലെങ്കിൽ ലെഫ്റ്റ് ലങ് മാത്രം പറയും. റൈറ്റ് ലങ്ങോ ലെഫ്റ്റ് ലങ്ങോ ഏത് ലങ് ആണെങ്കിലും നിങ്ങൾ ആദ്യം അനാട്ടമി എഴുതുമ്പോൾ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ലോവർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മുതലെങ്കിലും പിക്ചർ ഡ്രോ ചെയ്യണം. അതിൽ ലങ്സിൻ്റെ ഡയഗ്രാം നിങ്ങൾ സെപ്പറേറ്റ് ഡ്രോ ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഭംഗിക്കല്ല, ലേബലിങ്ങിനാണ് മാർക്ക് എപ്പോഴും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൽ റൈറ്റ് ലങ്ങും ലെഫ്റ്റ് ലങ്ങും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ റൈറ്റ് ലങ് മാത്രമോ അല്ലെങ്കിൽ ലെഫ്റ്റ് ലങ് മാത്രമോ അല്ലെങ്കിൽ കോമൺ ആയിട്ടോ വരാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം ആൽവിയോളയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിയേണ്ടത്. ചിലപ്പം ആൽവിയോള മാത്രം ഫോക്കസ് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ആൽവിയോളെ അങ്ങനെയും വരാം. അതുകൊണ്ട് ഈ പാട്ട് നിങ്ങൾ പഠിക്കണം. അതിനോടൊപ്പം ലോവർ റെസ്പിറേറ്ററി ട്രാക്കിൽ തന്നെ ബ്രോങ്കോ പൾമിനറി സെഗ്മെൻ്റ് ഉണ്ട്. റൈറ്റ് ബ്രോങ്കോ പൾമിനറി, ലെഫ്റ്റ് ബ്രോങ്കോ പൾമിനറി സെഗ്മെൻറ്റ്. അതൊരു 10 സെഗ്മെൻറ്റ് വെച്ചാണ് ഈച്ച് സൈഡിലും ഉള്ളത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ട് നിങ്ങൾ അതും പഠിക്കണം. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എസ്എ ഫോമിൽ യൂഷ്വലി വരാൻ ചാൻസ് ഉള്ളത് ലോവർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്നാണ്. ബോത്ത് ലങ്സ്, റൈറ്റ് മീൻസ് ബ്രോങ്കോ പൾമിനറി സെഗ്മെൻറ്റ്. ഇതിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണിത്. പ്ലൂറൽ റീസസസ്, റൈറ്റ് ലങ് ഓർ ലെഫ്റ്റ് ലങ്, ബ്രോങ്കോ പൾമിനറി സെഗ്മെൻറ്റ്, റൈറ്റ് ഓർ ലെഫ്റ്റ് ആൻഡ് ലാറിങ്സ്. ഇത് നിങ്ങൾ ഷോർട്ട് നോട്ട്സ് പോലെയും പഠിക്കണം, എസ്എ പോലെയും പഠിക്കണം. ഈ 2 രീതിയിലും വരാം. പക്ഷേ ഈ പാർട്സ് ആണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പ്ലൂറയുടെ ക്യാവിറ്റീസ്, പ്ലൂറൽ സ്പേസ്, അതിൻ്റെ ഫങ്ഷൻ, പ്ലൂറൽ റിസസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ്, അത് അത്യാവശ്യം അറിയണം. പിന്നെ നമ്മൾ ഓൾറെഡി എസ്ഐ പറഞ്ഞു, റൈറ്റ് ലങ്ങും ലെഫ്റ്റ് ലങ്ങും അതിൻ്റെ ലോബിലുള്ള ഡിഫറൻസുകളൊക്കെ ഉണ്ട്. പിന്നെ ബ്രോങ്കോ പൾമിനറി സെഗ്മെൻറ്റ്സ്, ദെൻ ലാറിങ്സ്. അടുത്തത് ട്രക്കിയ, പാരാനേസൽ സൈനസ്, മസിൽസ് ഓഫ് റെസ്പിറേഷൻ. ട്രക്കിയയുടെ റിങ്, അങ്ങനെ ട്രക്കിയയുടെ മ്യൂക്കസ് മെമ്പറിൻ, ഇതെല്ലാം അറിഞ്ഞിരിക്കുക. ദെൻ പാരാനേസൽ സൈനസ്, അത് ഷോർട്ട് നോട്ട്സിൽ കുറച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. പാരാനേസൽ സൈനസ് ഇതിൽ ഷോർട്ട് നോട്ട് ഏത് എഴുതുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അനാട്ടമി ആയതുകൊണ്ട് തന്നെ അതിന് പിക്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് വരയ്ക്കണമെന്ന് പറയില്ല, ലേബൽ ചെയ്യുന്നത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ഷേപ്പെങ്കിലും പിക്ചറിന് വേണം. അപ്പോൾ ഡ്രോ ചെയ്യുമ്പോൾ ഷേപ്പെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്ന, ഭംഗിയേക്കാൾ കൂടുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി ടൈം അധികം കളയല്ലേ. മസിൽസ് ഓഫ് റെസ്പിറേഷനും അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു 95% കവർ ചെയ്തു എന്നാണ് അർത്ഥം. അടുത്ത ഡിഫറൻഷിയേറ്റിലും ഇത് തന്നെയാണ് വരാൻ ചാൻസ്. അതുകൊണ്ട് ഡിഫറൻഷിയേറ്റും റൈറ്റ് ലെഫ്റ്റ് ഓർ റൈറ്റ് ബ്രോങ്കസ്, ലെഫ്റ്റ് ബ്രോങ്കസ്, ഇതാണ് യൂഷ്വലി ഡിഫറൻഷിയേറ്റ് വരുവാണെങ്കിൽ. ഈ ചാപ്റ്ററിൽ നിന്ന് അധികം അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. വരുവാണെങ്കിൽ ഇതാണ് യൂഷ്വലി വരാൻ ചാൻസ്. ഇനി MCQ ക്വസ്റ്റ്യൻസ് ആണ്. MCQ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്ത് സെക്കൻഡ് ചാപ്റ്ററിൽ അത്രയ്ക്കും ഫോക്കസ് ചെയ്യാൻ ചാൻസ് ഇല്ല. എങ്കിലും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് കാണാം. വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം? ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് പ്രൈമറി ഫങ്ഷൻ. സർക്കുലേറ്ററി, റെസ്പിറേറ്ററി അല്ല, കാർഡിയോവാസ്കുലർ ഫങ്ഷൻ സിസ്റ്റത്തിൻ്റെയാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെയാണ്. ഹോർമോൺ പ്രൊഡക്ഷൻ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെയാണ്. ഇങ്ങനെ ഓരോ ഓപ്ഷൻ വരുമ്പോഴും നിങ്ങൾ പഠിച്ചാൽ ആ ചാപ്റ്ററൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഈസിയാണ്. വിച്ച് സ്ട്രക്ചർ ഈസ് പാർട്ട് ഓഫ് ദ അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റം? അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെയും ലോവർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെയും പാർട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ നിന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളതാണ്. അപ്പം നേസൽ ക്യാവിറ്റിയാണ്. ട്രക്കിയ ലോവർ ആണ്, ബ്രോങ്കൈ ലോവർ, ലങ്സ് ലോവർ ആണ്. ഇതിൽ നേസൽ ക്യാവിറ്റിയാണ് അപ്പർ റെസ്പിറേറ്ററി. നോസ്ട്രിൽസ്, നേസൽ ക്യാവിറ്റി, ഇതെല്ലാമാണ് അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റം. ഇതിന് വേറൊരു പേരും കൂടെ പറയും, കണ്ടക്റ്റീവ് സിസ്റ്റം. അതായത് എയർ എൻറ്റർ ചെയ്ത് കണ്ടക്ട് ചെയ്ത് മൂവ് ചെയ്ത് വരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് അതിന് കണ്ടക്റ്റീവ് സിസ്റ്റം എന്നും പറയാറുണ്ട്. ദ കണ്ടക്റ്റിംഗ് സോൺ ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. ഇതിൻ്റെ അകത്ത് ഏതാണ് കണ്ടക്റ്റിംഗ് സോൺ അല്ലാത്തത്? ഫാറിൻസ്, ലാറിൻസ്, ട്രക്കിയ. ഇതൊരു വിൻ പൈപ്പാണ്, ഒരു പൈപ്പ് പോലെയാണ്. ഇതിലൂടെയാണ് റെസ്പിറേഷനകത്ത് എയർ അപ്പ് ആൻഡ് ഡൗൺ പോകുന്നത്. അപ്പോൾ ആൽവിയോളയിലാണ്
കണ്ടക്റ്റിംഗ് സോൺ അല്ലാത്തത്. ഇത് എക്സ്ചേഞ്ച് സോണാണ്. ഇവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. സോ ആൽവിയോള ഈസ് ദ ആൻസർ. The respiratory mucosal primarily consists of simple squamous epithelium, pseudostratified ciliated columnar epithelium, stratified squamous epithelium, transitional epithelium. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ. ഓഫ് കോഴ്സ് ഇത് സീലിയേറ്റഡ് ആയിരിക്കണം. കാരണം ബ്രീത്ത് എടുക്കുമ്പോൾ ഡസ്റ്റ് പ്രോഡക്റ്റ് ബ്രീത്ത് എടുക്കുമ്പോൾ ഡസ്റ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള അറ്റ്മോസ്ഫിയറിലുള്ള ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റൊക്കെ എൻട്രി ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സീലിയാണ് ഇതിനെ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് കളയുന്നത്. അപ്പോൾ ഓൾവേസ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മ്യൂക്കസ് മെംബ്രം സീലിയേറ്റഡ് ആയിരിക്കും. അപ്പോൾ സീലിയേറ്റഡ് ആയിട്ടുള്ളതാണ് ഇത് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് സീലിയേറ്റഡ് കോളമിനാർ എപ്പിത്തീലിയം ആണ് റെസ്പിറേറ്ററി മ്യൂക്കസയുടെ എപ്പിത്തീലിയം. സോ ഇത് നിങ്ങൾ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. What is the function of cilia in the respiratory tract? Gas exchange, move mucus upward, absorb oxygen, secrete enzyme. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. മൂവ് മ്യൂക്കസ് അപ്വേഡ്, മ്യൂക്കസിനോടൊപ്പമാണ് ഈ ഡസ്റ്റ് പാർട്ടിക്കിളും പുറത്തേക്ക് പോകുന്നത്. വിച്ച് സ്ട്രക്ചർ പ്രിവെൻറ്റ് ഫുഡ് ഫ്രം എൻറ്ററിങ് ദ ട്രക്കിയ? ഫുഡ് ട്രക്കിയയിലേക്ക് പോകാതെ ഈസോഫാഗസിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്നാണ്. അത് എപ്പിഗ്ലോട്ടിസ് ആണ്. The right lung has how many lobes? Right lung has 3 lobes. The left lung has fewer lobes than the right lung due to. റൈറ്റ് ലങ്ങിന് 3 ലോബും ലെഫ്റ്റ് ലങ്ങിന് 2 ലോബും ആണുള്ളത്. അപ്പോൾ ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലെഫ്റ്റ് ലങ്ങിന് മീൻസ് ലോബ്സ് കുറവാണ്, എന്തുകൊണ്ട് എന്നാണ്. ലാർജർ ഡയഫ്രം, പ്രസൻസ് ഓഫ് ദ ഹാർട്ട്, ഹയർ ഓക്സിജൻ ഡിമാൻഡ്, ലാർജർ ബ്ലഡ് സപ്ലൈ. ഇതിന് കാരണം പ്രസൻസ് ഓഫ് ഹാർട്ടാണ് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ചെറിയ സ്ലോപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡ് ലങ്ങിന് ഒരു ലോബ് കുറവ്. ദ സൈറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ ദ ലങ് ഈസ്. ഗ്യാസ് എക്സ്ചേഞ്ച് ഓഫ് കോഴ്സ് ലങ്സിൽ നടക്കുന്ന ആൽവിയോളയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ട്രക്യ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ് ഇതെല്ലാം എയറിനെ കൊണ്ടുവരുന്നതാണ്. എക്സ്ചേഞ്ച് നടക്കുന്നത് ആൽവിയോള. എക്സ്റ്റേണൽ റെസ്പിറേഷൻ ഒക്കെ എന്താ? എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ബ്രീത്ത് എടുക്കുക, ലങ്സിൽ വരിക, എക്സ്ചേഞ്ച് നടക്കുക. ഇതാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. അത് ലങ്സിലാണ്. ടിഷ്യൂ, ക്യാപ്പിലറി, ബ്ലഡ് വെസൽസ് ഇത് ടിഷ്യൂ റെസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. സോ എക്സ്റ്റേണൽ റെസ്പിറേഷൻ ലങ്സ് ആണ്. ഇൻറ്റേർണൽ റെസ്പിറേഷൻ ഒക്കെ ആറ്റ് അത് ടിഷ്യൂലാണ്. ലങ്സ്, ആൽവിയോളൈ, ബ്രോങ്കൈ ഇത് എക്സ്റ്റേണൽ റെസ്പിറേഷൻ്റെ പാർട്ടാണ്. ദ മസിൽ പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ റെസ്പിറേഷൻ ഈസ്. പ്രൈമറി മസിലാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പല മസിൽസും ഇൻവോൾവ് ആണ്. ഇൻ്റർകോസ്റ്റൽ മസിലും എല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആണ്. പ്രൈമറി മസിൽ, ലാർജ് മസിൽ, ഡയഫ്രം ആണ് ഇതിൻ്റെ റെസ്പിറേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റെസ്പിറേറ്ററി കൺട്രോൾ സെൻറ്റർ ഇൻ ദ ബ്രെയിൻ? സെറിബെല്ലം, മെഡുല ഒബ്ലങ്ങേറ്റ, ഹൈപ്പോതലാമസ്, കോർപ്പസ് കോലോസം. ഇതിൻ്റെ അകത്ത് മെഡുല ഒബ്ലങ്ങേറ്റയാണ്. അത് അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി. ദ വോക്കൽ കോഡ് ആർ ഫൗണ്ട് ഇൻ. വോക്കൽ കോഡ് എവിടെയാണ് കാണുന്നത്? ലാറിങ്സിലാണ്. അതുകൊണ്ട് തന്നെ ലാറിങ്സിനെ സൗണ്ട് ബോക്സ് എന്നാണ് വിളിക്കുന്നത്. ദ പ്രൈമറി മസിൽ റെസ്പോൺസിബിൾ ഫോർ ബ്രീത്തിങ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് ഡയഫ്രം ആണ്. ദ പ്ലൂറൽ മെംബ്രെയിൻ സെർവ് ടു. പ്ലൂറൽ മെംബ്രെയിൻ മീൻസ് ലങ്സിനെ കവർ ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ആണ് പ്ലൂറൽ മെംബ്രെയിൻ. ഓപ്ഷൻസ്: പ്രൊട്ടക്ട് ദ ഹാർട്ട്, കവർ ആൻഡ് പ്രൊട്ടക്ട് ദ ലങ്സ്, അബ്സോർബ് ഓക്സിജൻ, റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓഫ് കോഴ്സ് പ്ലൂറൽ മെംബ്രെയിൻ്റെ മീൻസ് റെസ്പോൺസിബിലിറ്റി കവർ ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിച്ച് മസിൽ ഈസ് കൺസിഡേർഡ് ദ മെയിൻ മസിൽ ഓഫ് റെസ്പിറേഷൻ? അത് ഇതിൻ്റെ അകത്ത് വേറെ മസിൽസ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഡയഫ്രം ആണ്. അതിൻ്റെ അകത്ത് മെയിൻ മസിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡയഫ്രം ആണ്. ഇതിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ ഞാൻ എടുത്തേക്കുന്നതാണ്, പക്ഷേ ഇത് റിപ്പീറ്റ്ലി വരുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മസിൽ ഈസ് ആൻ അസസറി മസിൽ ഓഫ് റെസ്പിറേഷൻ? അസസറി മസിൽ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള മസിൽസ് അല്ല. ഈ അസസറി മസിൽ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് ഒക്കെ വരുമ്പോൾ ഈ മെയിൻ മസിലിന് തന്നെ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അസസറി മസിൽസും കൂടെ യൂസ് ചെയ്യും. അന്നേരമാണ് ഈ റിട്രാക്ഷനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ അകത്ത് അസസറി മസിൽ എന്നാണ് ചോദിക്കുന്നത്. അത് സ്റ്റെർണോമാസ്റ്റോയിഡ് മസിലാണ്. ഈ നെക്കിൻ്റെയൊക്കെ അവിടെയായിട്ടുള്ള മസിലാണ് സ്റ്റെർണോമാസ്റ്റോയിഡ് മസിൽ.
വിച്ച് അബ്ഡോമിനൽ മസിൽ എയ്ഡ് ഇൻ റെസ്പിറേഷൻ. ഇതിൻ്റെ അബ്ഡോമിനൽ മസിൽ ഏതാണ് റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അബ്ഡോമിനൽ മസിൽസ് ഓൾസോ റെസ്പിറേഷനകത്ത് സഹായിക്കുന്നുണ്ട്. അതിലേതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് റെക്ടസ്, അബ്ഡോമിനിസ് ആൻഡ് ഒബ്ലിക്. അത് അതുപോലെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ചിലതൊക്കെ ഫിസിയോളജിയോട് റിലേറ്റഡ് ആയിട്ടുള്ളതും വരുന്നതുണ്ട്. പക്ഷെ മജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻ അനാട്ടമിക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. ഫിസിയോളജിക്ക് സെപ്പറേറ്റ് ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാം. അപ്പോൾ ഇതാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്ന് കോമൺ ആയിട്ട്, അതായത് ഇതൊരു നമ്മളൊരു 90% ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ നിങ്ങളൊന്ന് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അനാട്ടമിയൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി പോകാവുന്നതാണ്.